ഹായ് ഗെയ്സ്, എല്ലാവർക്കും വേണ്ടി സിജോയ് ജോയ് വ്ളോഗ് ഹെൽത്ത് ഫിറ്റ്നസ് വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഗെയ്സ്, ഇന്ന് വന്നിരിക്കുന്നത് ഇത് അല്പനേരം ചെയ്തു കഴിഞ്ഞ സംഭവം പുതിയൊരു ഇൻട്രോ ആണ്. അത് മാത്രല്ല ഗെയ്സ്, ഞാനൊരു മൂന്നാമത്തെ കണ്ടന്റ് ആണ്. മൂന്നാമത്തെ കണ്ടന്റ് എന്താന്ന് വെച്ചാൽ ഞാൻ എല്ലാ പരിപാടികളും ഒക്കെ ഞാൻ ചെയ്യുന്നുണ്ടല്ലോ, എന്റർടൈൻമെന്റ് ആയിട്ടുള്ള ഓരോ സംഭവങ്ങൾ. പിന്നെ ഞാൻ എൻ്റെതായിട്ടുള്ള എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതും ചെയ്തതുമായ എല്ലാ പരിപാടിയും ഉണ്ടല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കണ്ടന്റ് കണ്ടെത്തിയിട്ടുണ്ട്. ആ കണ്ടന്റിന്റെ പേര് എന്താന്ന് വെച്ചാ, ഇത് എൻ്റെ മൂന്നാമത്തെ കണ്ടന്റ് ആണ്. അപ്പോ കണ്ടന്റ് ഇതാണ്: സിജോയ് ജോയുടെ ഇന്നത്തെ പരിപാടികളും വിശേഷങ്ങളും. ഇതിന്റെ ഇംഗ്ലീഷ് എന്താന്ന് വെച്ചാ, സിജോയ് ടുഡേ ആൻഡ് ഇതിന്റെ ഇംഗ്ലീഷ് എന്താന്ന് വെച്ചാ, സിജോയ് ടുഡേസ് പ്രോഗ്രാം ആൻഡ് സ്പെഷ്യൽ. ഇതാണ് ഇംഗ്ലീഷ്. ഇതാണ് കണ്ടന്റ്. കുറച്ച് തെറ്റുപറ്റലൊക്കെ ഉണ്ടായിട്ടുണ്ട്, ക്ഷമിക്കണം. കാരണം എനിക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് അറിയാം, പക്ഷെ ഇത്തിരി കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ കണ്ടന്റിന് നെയിം അത് ഒന്നും കൂടി പറയാം. മലയാളത്തിലെ സിജോയ് ജോയുടെ ഇന്നത്തെ പരിപാടികളും വിശേഷങ്ങളും. ഇംഗ്ലീഷിലെ സിജോയ് ടുഡേസ് പ്രോഗ്രാം ആൻഡ് സ്പെഷ്യൽ. അപ്പോൾ ഇതാണ് മലയാളത്തിലും ഇംഗ്ലീഷിലും പറയുന്ന കണ്ടന്റ്. അപ്പോൾ സിജോയ് ടുഡേസ് പ്രോഗ്രാം ആൻഡ് സ്പെഷ്യൽ, ഇതിന്റെ അർത്ഥം സിജോയ് ജോയുടെ ഇന്നത്തെ പരിപാടികളും വിശേഷങ്ങളും. അപ്പോൾ ഇതാണ് കണ്ടന്റ്. ഇതുമായിട്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. എന്നുവെച്ചാ ഈ കണ്ടന്റില് എന്താന്ന് വെച്ചാ, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതും ചെയ്യാൻ പോകുന്നതും പിന്നെ എൻ്റെ എല്ലാ ഹാർഡ് വർക്കില്ലേ അതും, പിന്നെ അത് മാത്രമല്ല എല്ലാ സംഭവം ചെയ്യാൻ പോകുന്നതും ചെയ്തിട്ടുള്ളതുമായ എല്ലാ സംഭവവും അതിനെ ഞാൻ ഒരു കണ്ടന്റ് ആക്കിയിട്ടുണ്ട്. അതാണ് ഈ ഒരു കണ്ടന്റ്. ഒന്നുകൂടി പറയാം: സിജോയ് ജോയുടെ ഇന്നത്തെ പരിപാടികളും വിശേഷങ്ങളും. ഇംഗ്ലീഷിലെ സിജോയ് ടുഡേ പ്രോഗ്രാം ആൻഡ് സ്പെഷ്യൽ. ഇതാണ് ഇംഗ്ലീഷ്. ചിലപ്പോൾ ഞാൻ മലയാളത്തിലെ ടൈറ്റിൽ ടൈപ്പ് ചെയ്യും, അതല്ലെങ്കിൽ ഇംഗ്ലീഷിലും ടൈപ്പ്. ഈ ഒരു കണ്ടന്റ് മാത്രമല്ല, എല്ലാ കണ്ടന്റും ഞാൻ ഇങ്ങനെ ചില സമയത്ത് മലയാളത്തിലും ചില സമയത്ത് ഇംഗ്ലീഷിലും ടൈപ്പ് ചെയ്യും. അപ്പൊ ഇത് എപ്പിസോഡായിട്ടാണ് ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത്. അത് 3 കണ്ടന്റും എപ്പിസോഡായിട്ടാണ് ഞാൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധാപൂർവം നിങ്ങൾ വീഡിയോ നല്ല രീതിയിൽ വാച്ച് ചെയ്യുക. പിന്നെ പറ്റാമത്തോളം നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക, നല്ലോണം ഷെയർ ചെയ്യുക.
പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക, എന്നൊന്ന് നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്യുക, എന്നെ ഒന്ന് മോണിറ്റേഷൻ ഒക്കെ ആവാനായിട്ട് ഒന്ന് സഹായിക്കുക. വേറൊന്നുമില്ല. ഇത് ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ചുറ്റും സംസാരങ്ങൾ ആണ്. അപ്പോ വേറൊരു കാര്യം കൂടി, ഇതൊരു സ്വപ്നമാണ് ഇങ്ങനൊരു ചെപ്പ്. ഇത് വെച്ച് ഞാൻ ഒരുപാട് വർക്ക് ഞാൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ഹാർട്ട് വർക്ക് ആയിരിക്കാം, ഹാർട്ടിക് വർക്ക് ആയിരിക്കാം, മറ്റെന്തും ആയിരിക്കാം. അപ്പോൾ ഇത് എൻ്റെ ലൈഫിലെ ഏറ്റവും ഉപയോഗമായിട്ടുള്ള രണ്ടല്ല സംഭവമാണ് ഇത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രിയമായിട്ടുള്ള സംഭവമാണ് ഈ ഒരു പാത്രം. ഇതെന്റെ ലൈഫിലെ ഏറ്റവും ഉപയോഗപ്രദമായിട്ടുള്ള പാത്രമാണ് ഇത്. വളരെ ഇഷ്ടപ്പെട്ടൊരു പാത്രമാണ് ഇത്. ഇതുപോലൊരു സംഭവം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും കൈവിടില്ല. കാരണം ഞാനിത് ശേഖരിച്ചു വെക്കും. കാരണം വളരെ ഉപകാരപ്രദമായിട്ടുള്ള പാത്രം ആണ്. ഇത് വെച്ച് ഒരുപാട് വർക്ക് ഞാൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ചിലപ്പോൾ ഇത് ബിസിനസ്സായിട്ട് ഞാൻ ചില വർക്ക് ഒക്കെ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ ഞാനത് സക്സസ് ആയി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, ബിസിനസ് ചെയ്യും. ബിസിനസ് മാത്രമല്ല, ഞാൻ അല്ലാത്ത സംഭവങ്ങളൊക്കെ ഇത് വെച്ച് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോ എൻ്റെ മനസ്സിലിപ്പോ എന്താ വന്നെന്ന് വെച്ചാ, നമ്മുടെ ബംബിൾസ് ഇല്ലേ, അപ്പൊ ഇത് വെച്ച് ഞാൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നു. അപ്പൊ ഞാൻ അത് ഉണ്ടാക്കി പരിശീലിച്ചിട്ട് വരാം. പിന്നെ അതിന്റെ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ പരീക്ഷിച്ച് നോക്കണ്ടേ, എന്നാലല്ലേ വ്ളോഗില് ഒക്കെ ഉൾപ്പെടുത്താനായിട്ട് പറ്റൂ. അപ്പൊ എന്ത് സാധനം ഉണ്ടാക്കാനാ വെച്ചാലും അത് വ്ളോഗ് ചെയ്യുമ്പോ ഞാൻ എന്ത് ചെയ്യും, ആദ്യം അത് ഉണ്ടാക്കി നല്ല പരീക്ഷണാടിസ്ഥാനത്തിലൊക്കെ സക്സസ് ആയി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, പരസ്യം എന്ന രീതിയിൽ ഞാൻ വ്ളോഗ് ചെയ്യും. അപ്പൊ ഇത് ആദ്യത്തെ പരീക്ഷണം എന്താന്ന് വെച്ചാൽ ബംബിൾസ് ഉണ്ടാക്കുക. അതാണ് ആദ്യത്തെ പരീക്ഷണം. ഇതിനൊന്ന് പെയിന്റ് അടിച്ച് കുട്ടപ്പനാക്കി എടുക്കണം. അടിയിൽ കൊണ്ടുപോകണം. ഇതില് സംഭവം എന്താന്ന് വെച്ചാ, ഈ മൂടിമ ചെയ്യുമ്പോ ഇതുപോലുള്ള സംഭവം ചെയ്യുമ്പോ ഇത്തിരി കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. ഏറ്റവും കൂടുതല് ഇവിടെ ചെയ്യുന്നതാണ് നല്ലത്. വെള്ളം നിറച്ച് വെക്കണ്ടേ. അപ്പൊ ഇത് മുറിച്ചെടുത്തിട്ട് ഇതിലേക്ക് അറ്റാച്ച് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഒട്ടിച്ചേക്കണം. അപ്പൊ അതിന് വേണ്ടിട്ട് ഇത്തിരി എന്താ പറയാ, ഒരുപാട് സാധനങ്ങൾ ആവശ്യമില്ല, ഒന്നുകൊണ്ട് സാധനങ്ങൾ ആവശ്യമാണ്. അതിന് മേടിക്കാൻ പൈസയില്ല. അപ്പൊ പൈസ ഇടുമ്പോ ഞാൻ എന്തായാലും ബംബിൾസ് ഉണ്ടാക്കാൻ ശ്രമിക്കും. ഇവിടെ അവള് ആദ്യം ഇടണം. ഇവിടെ ചെയ്തിട്ട് കാരണം ഇവിടെ ഹാൻഡിലൊക്കെ വരുമ്പോഴേ ഇങ്ങനെ ഇവിടെ ഹാൻഡില് സെൻട്രലില് വെച്ചതിന് ശേഷം നമ്മളിങ്ങനെ പൊന്തിക്കുമ്പോ ഈ മൂടി അടക്കം പൊന്തും. ഉള്ളിൽ വെച്ച വെള്ളമായാലും മണലായാലും എന്താവും, താഴേക്ക് വീഴും. ഇപ്പൊ വെള്ളം ആണെങ്കിൽ താഴേക്ക് ഇങ്ങനെ ഒഴുകി എന്താവും, മൊത്തത്തില് തകിടം മറിഞ്ഞ് നമ്മള് ഉദ്ദേശിച്ച സംഭവം
തെറ്റിപ്പോവും. പിന്നെ ഉദ്ദേശിച്ച സംഭവം നടക്കാണ്ടാവും. അപ്പോ ഉള്ളില് മണൽ നിറച്ച് വിചാരിക്കുക, അല്ലെങ്കിൽ വെള്ളം നിറച്ച് വിചാരിക്കുക. അപ്പോ ഇത് ഒരിക്കലും ലൂസാകാൻ പാടില്ല. പശയൊക്കെ വെച്ച് ഇപ്പുറത്തെ ഭാഗം നല്ല രീതിയിൽ പശയൊക്കെ ഇങ്ങനെ വെച്ച് ഒട്ടിക്കണം. പിന്നെ ഇവിടെ ഹോള് ഇടണം. എന്നിട്ട് ഇപ്പൊ ബാക്കി കാര്യങ്ങൾ എന്ന് വെച്ചാ ഇത് മുറിച്ചിട്ട് വേണം ഇത് വൃത്തിയില് മുറിച്ചിട്ട് പശയൊക്കെ തേച്ച് ഒന്നിനും ഉള്ളിക്കൂടി എടുക്കണം. അതല്ലെങ്കിൽ ഇവിടെ വെച്ച് നീണം പശ വെച്ച് ഒട്ടിക്കണം, ഭംഗിയാക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ പൈപ്പില്ല, പൈപ്പ് മേടിക്കണം. പൈപ്പൊക്കെ മേടിച്ചെന്ത് ചെയ്യണം, സെറ്റ് ചെയ്യണം. ഒരുപാട് കാര്യങ്ങളുണ്ട്. ആദ്യം അത് സെറ്റ് ചെയ്യണം, ഹാൻഡിൽ സെറ്റ് ചെയ്യണം. മൂടിമ അങ്ങനെ എടുത്തിട്ട് ഹാൻഡില് സെറ്റ് ചെയ്യുക. പിന്നെ വെള്ളം ഒഴിക്കുമ്പോൾ ഒരിക്കലും ലീക്കാവാൻ പാടില്ലല്ലോ. വേറെ കാര്യങ്ങൾ സെറ്റ് ചെയ്യണം. അങ്ങനെ ഉണ്ടാക്കി ഫിനിഷ് ചെയ്തിട്ട് ഞാൻ വ്ളോഗ് ചെയ്യുന്നുള്ളൂ. അത് ബംബിൾസിന്റെ വ്ളോഗ്. അപ്പോ നമുക്ക് ഇനി അടുത്ത വീഡിയോയില് കാണാം. അതുവരെയും യു ഗോ ഐ ഗോ. അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോയില് അടുത്ത സമയം വരാം. അതുവരെയും ഇന്നത്തെ എന്റെ ഈ വ്ളോഗ് നിങ്ങൾ സമാധാനത്തോടും സ്നേഹത്തോടും ദുഃഖത്തോടു കൂടി ഇരുന്ന് കേട്ടതിനും ഇരുന്ന് കണ്ടതിനുമായി എന്റെ എല്ലാ സഹോദരന്മാർക്കും എന്റെ എല്ലാ സഹോദരിമാർക്കും എന്റെ ടാറ്റാ ബൈ ബൈ സീ യു മാ.